നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ത്യൻ ഓഹരി വിപണിയിലെ ഈ വാരത്തിലെ പ്രധാന സംഭവവികാസങ്ങൾ മാർക്കറ്റ് വാച്ച് അവലോകനം ചെയ്യുന്നു. ഒപ്പം തന്നെ ഈ വാരം ലഭിച്ച കത്തുകളും നമ്മൾ പരിശോധിക്കുന്നു. പതിവുപോലെ ഹെഡ്ജ് എക്സിക്യൂട്ടീവ്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിലൂടെ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാരം, നിക്ഷേപകർക്ക് വലിയ തോതിൽ ആത്മവിശ്വാസം നൽകിയ വാരമാണ് കടന്നുപോയത്. 4800, 4780 പ്രധാനപ്പെട്ട നിഫ്റ്റിയുടെ സപ്പോർട്ടാണെന്ന് കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഭുവനേന്ദ്രൻ പറഞ്ഞിരുന്നു. അവിടെ നിന്നും വളരെ വലിയ ഒരു റാലിയാണ്, ഒരു തിരിച്ചുവരവാണ് വിപണിയിൽ കണ്ടത്. വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് നോക്കുക, 69 പോയിന്റ് ഉയർന്ന് 16,718 സെൻസെക്സ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 5000 മുകളിലെത്തി, 5068 ക്ലോസ് ചെയ്തു. 18 പോയിന്റിന്റെ നേട്ടം വെള്ളിയാഴ്ച ഉണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ശ്രദ്ധേയമായ കുതിപ്പാണ് ഉണ്ടായത്. ഒട്ടുമിക്ക പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെല്ലാം വലിയ മുന്നേറ്റം ഉണ്ടാകുന്നതും നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ ഈ പുൾ ബാക്ക് റാലിയാണ് ഇന്ന് ആദ്യം ചർച്ച ചെയ്യുക. അതിനുശേഷം പ്രേക്ഷകരുടെ ചോദ്യങ്ങളിലേക്ക് വരാം. ഭുവനേന്ദ്രൻ, 5068 തിരിച്ചെത്തി. 4800 പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടായിരുന്നു, അവിടെ നിന്നുമാണ് തിരിച്ചു വന്നത്. എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം? ഏതൊക്കെ സെക്ടറുകളിൽ ഇതിൻ്റെ നേട്ടമുണ്ടായി? ഇതിൽ പ്രധാനമായി ഇതിൻ്റെ ഒരു റീസൺ, മാസങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു കണ്ടിന്യൂസ് അപ്പ് മൂവ് ഉണ്ടായത്. ഇതിൻ്റെ കുറച്ച് റീസൺസ് എന്ന് പറയുന്നത്, ഒന്ന്, ഇന്ത്യൻ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ അഗ്രസീവായിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ടായി. അതുപോലെ തന്നെ 18ന് RBIയുടെ പോളിസി, അതൊരു റേറ്റ് കട്ടിനുള്ള പോസിബിലിറ്റി വിലയിരുത്തിക്കൊണ്ടുള്ള ബാങ്കിങ് സെക്ടറിലൊക്കെ തന്നെ വളരെ അഗ്രസീവായിട്ടുള്ള ഒരു ആക്റ്റീവ് ബൈയിങ്, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ പാർട്ടിസിപ്പേഷൻ ഉണ്ടായി. അതുപോലെ ഗ്ലോബലി തന്നെ ഒരു ഇക്കണോമിക് സിറ്റുവേഷനിൽ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചു. ഗ്ലോബൽ ഇക്കോണമിയിലും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു പുൾ ബാക്ക് ഉണ്ടായി. ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ടും ഈ ഒരു തിരിച്ചുവരവിന് കാരണമായത്. അതുപോലെ 4800 ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്ത സമയത്ത് ഒരു വാല്യുവേഷൻ വളരെ ലോവർ ലെവൽ വരികയും അതുപോലെ തന്നെ ഗ്ലോബൽ ഇക്കണോമിക് സിറ്റുവേഷനുടെ മാറ്റങ്ങൾ ഒരു ഷോർട്ട് കവറിങ്ങിന് കാരണമായി. അതാണ് കണ്ടിന്യൂസ് 5 ദിവസവും മാർക്കറ്റ് കണ്ടിന്യൂസ് അപ്പ് മൂവ് ആയിരുന്നു. ഫ്രൈഡേ മാത്രമായിരുന്നു മാർക്കറ്റിൽ ചെറിയൊരു കറക്ഷൻ സംഭവിച്ചു. എന്നാലും ക്ലോസിംഗ് സെഷനോടുകൂടി ആ മാർക്കറ്റ് തിരിച്ചു വരുന്നതാണ് നമ്മൾ കണ്ടത്. ആ ഒരു മാർക്കറ്റിൽ കറക്ഷൻ വരാനുള്ള ഒരു പ്രധാന റീസൺ, സ്പെയിനിലെ ഹിച്ച് ഡൗൺഗ്രേഡ് ചെയ്തു. അതുപോലെ തന്നെ ഇറ്റലിയുടെ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് വളരെ മോശമായി. ഈ 2 ഫിഗർ മോശം വന്ന സമയത്ത്, അതുപോലെ ഒരു ബെയിൽ ഔട്ടിന് വേണ്ടി സ്പെയിൻ ശ്രമിക്കുന്നു എന്നുള്ള ന്യൂസ് വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ഈ സമയത്ത് സ്പെയിനിലെ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ 2% ഡൗൺ സൈഡിലേക്ക് പോയിരുന്നു. എന്നാൽ സ്പെയിൻ അത് ഡിനേ ചെയ്യുകയും മാർക്കറ്റ് പെട്ടെന്ന് ഷാർപ്പായിട്ട് തിരിച്ചു വരികയും ചെയ്തു. യൂറോപ്പിലെല്ലാം തന്നെ മാർക്കറ്റ് ഒരു ഷാർപ്പ് റിക്കവറി ഉണ്ടായി. അതിൻ്റെ റിഫ്ലക്ഷൻ ആയിരുന്നു വളരെ ഒരവസരത്തിൽ 5000 ബിലോ പോയ നിഫ്റ്റി ക്ലോസിംഗ് സെഷനോടുകൂടി വളരെ ഷാർപ്പായിട്ടുള്ള തിരിച്ചുവരവാണ് ഉണ്ടായത്. മൺഡേ മാർക്കറ്റ് വളരെ ലോവർ ലെവലിലേക്ക് മൂവ് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു പ്രധാന റീസൺ FISന്റെ സെല്ലിംഗ് തന്നെയായിരുന്നു. 4800 മാർക്ക് ബ്രേക്ക് ചെയ്ത് സ്റ്റോക്ക് മാർക്കറ്റ് 4770 നിഫ്റ്റി പോയി. ഇതിൻ്റെ റീസൺ FIS 640 crore സെല്ലിംഗ് ആയിരുന്നു. ഈ സമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ അഗ്രസീവായിട്ടുള്ള ഒരു ബൈയിങ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആയിരുന്നു ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നും. 449 crore മൺഡേ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈയിങ് നടത്തി. ദെൻ ട്യൂസ്ഡേ സെയിം തിങ് റിപ്പീറ്റ് ചെയ്തു. FIS വീണ്ടും സെല്ലിംഗ് സൈഡിലേക്ക് വന്നു. 680 crore സെല്ലിംഗ് FIS നടത്തിയ സമയത്ത് 795 crore ആണ് സിംഗിൾ ഡേ ഏറ്റവും വലിയൊരു ബൈയിങ് ആണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിയത്. മാർക്കറ്റിനെ വലിയൊരു തകർച്ചയിൽ നിന്നും രക്ഷിച്ചത് ശരിക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. പലപ്പോഴും മാർക്കറ്റ് ലോവർ ലെവലിലേക്ക് പോകുമ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈയിങ് സൈഡിലും FIS സെല്ലിംഗ് സൈഡിലുമായിരുന്നു. എന്നാൽ കുറച്ച് നാളുകളായി 2 ഇൻസ്റ്റിറ്റ്യൂഷനും സെല്ലിംഗ് സൈഡിലായിരുന്നു. അതിനൊരു മാറ്റം സംഭവിച്ചത് ഈ ആഴ്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു പുൾ ബാക്ക് ലഭിച്ചു. ബുധനാഴ്ചയോടുകൂടി മാർക്കറ്റിൽ വളരെയധികം മാറ്റങ്ങൾ കണ്ടു. 2 ഇൻസ്റ്റിറ്റ്യൂഷനും ബൈയിങ് സൈഡിലേക്ക് വരുന്നതാണ് നമ്മൾ കണ്ടത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ FISും ആക്റ്റീവായിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ടായി. അതിൻ്റെ റിഫ്ലക്ഷനാണ് നമ്മൾ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു പുൾ ബാക്ക് ലഭിച്ചത്. ഈ ഒരു പുൾ ബാക്കിനെ കുറിച്ച് മാർക്കറ്റ് വാച്ച് ലാസ്റ്റ് വീക്ക് പറഞ്ഞിരുന്നു. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് 4800 ബിലോ പോകുന്തോറും ഒരു വാല്യൂ ബൈയിങ് ലെവലാണ്. അതൊരു നല്ല സ്റ്റോക്കുകൾ, എസ്പെഷ്യലി ബാങ്കിങ്, ഓട്ടോമൊബൈൽ, ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകൾ ബൈയിങ്ങിനുള്ളൊരു അവസരമായി കാണുക എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ അനൗൺസ്മെൻറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള സ്പെൻഡിങ്, അതുപോലെ ഗവൺമെൻറ് ചില പ്രൊജക്റ്റുകൾ അനൗൺസ് ചെയ്തൊക്കെ ഇൻഫ്രാ സെക്ടറിലൊക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കി. പ്രധാനമായിട്ടും ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടറാണ്. ബാങ്കിങ് സെക്ടർ 18ന് വരുന്ന RBIയുടെ മീറ്റിങ്ങിൽ ഒരു റേറ്റ് കട്ടിൻ്റെ സാധ്യത വിലയിരുത്തിക്കൊണ്ട് ആ സ്റ്റോക്കുകൾ തന്നെ ഒരു ആക്റ്റീവ് ബൈയിങ് ഉണ്ടായി, ഇൻട്രസ്റ്റ്
ഉണ്ടായി. അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ L&T പോലെയുള്ള സ്റ്റോക്കുകളൊക്കെ തന്നെ 17% ബെറ്റർ ആയിരുന്നു. L&Tയുടെ വളരെ ശക്തമായിട്ടുള്ള ഓർഡർ ലഭിച്ചത്, ഇതൊക്കെ തന്നെ മാർക്കറ്റ് വളരെ പോസിറ്റീവായി കണ്ടു. ഓവറോൾ മാർക്കറ്റ് ഒരു പോസിറ്റീവ് സോണിലാണ് മൂവ് ചെയ്യുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏപ്രിൽ 18-നാണ് റിസർവ് ബാങ്കിൻ്റെ വായ്പാ നയം വരാനിരിക്കുന്നത്. പുതിയ സാഹചര്യത്തിൽ ഒരു നിരക്ക് കുറയ്ക്കാൻ RBI തയ്യാറാകും. പ്രത്യേകിച്ചും GDP ഒക്കെ മോശം ലെവലിലേക്ക് പോയ സാഹചര്യത്തിൽ വളർച്ച മെച്ചപ്പെടുത്തുക തുടങ്ങിയ ഉദ്ദേശത്തോടു കൂടി RBI ഒരു കട്ട് നടത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അതിനുള്ളൊരു സാധ്യത 5.3-ലേക്ക് GDP ഗ്രോത്ത് കുറഞ്ഞത് ഗവൺമെന്റിനെ സംബന്ധിച്ചൊരു തലവേദന തന്നെയാണ്. പിന്നെ വളരെ നല്ല മൺസൂൺ ലഭിക്കാനുള്ള ഒരു സാധ്യത, ഇൻഫ്ലേഷൻ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം, ഇതൊക്കെ തന്നെ. അതുപോലെ ക്രൂഡ് ഓയിൽ പ്രൈസ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ ക്രൂഡ് ഓയിൽ പ്രൈസ് വീണ്ടും ലോവർ ലെവൽ വരുന്നത് ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവാണ്. അപ്പോൾ ഈ ഘടകങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ പരിഗണിക്കുമ്പോൾ ഒരു റേറ്റ് കട്ടിനുള്ള സാധ്യതയുണ്ട്. ഗവൺമെന്റിന് അറിയാം ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് കുറഞ്ഞു വരുന്നതാണ് FISനെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും കൊണ്ടുപോകുന്നത്, പിന്തിരിപ്പിക്കുന്നത്. അപ്പം അതിന് വിപരീതമായി ഇന്ത്യൻ എക്കണോമിക് സിറ്റുവേഷനിൽ ഒരു മാറ്റം വന്നെങ്കിൽ മാത്രമേ FIS ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് തിരിച്ചു വരികയുള്ളൂ. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ തന്നെ നിലനിൽപ്പ് ഇതിനെ ആശ്രയിച്ചാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു റേറ്റ് കട്ട് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബാങ്കിങ് സെക്ടറൊക്കെ തന്നെ ഈ ലാസ്റ്റ് വീക്ക് ഒരു ആക്റ്റീവ് ബൈയിങ് ഇൻട്രസ്റ്റ് ആ ഒരു സ്റ്റോക്കിൽ കാണിച്ചത്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈയിങ് സൈഡിലായിരുന്നു. ഒപ്പം തന്നെ FIയുടെ ആക്ടിവിറ്റീസും എങ്ങനെയാണ്? FIS ഈ ലാസ്റ്റ് 3 ദിവസം മാത്രമാണ് FISന്റെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടായത്. ബാക്കി ദിവസങ്ങളിലെല്ലാം തന്നെ സെല്ലിംഗ് സൈഡിലായിരുന്നു. 170 crore നെറ്റ് സെല്ലിംഗ് ആണ് ക്യാഷ് മാർക്കറ്റിൽ FIS. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ 1700 crore ബൈയിങ് സൈഡിലാണ്. ഈ മാർക്കറ്റ് ലോവർ ലെവൽ പോയത്, അതല്ലെങ്കിൽ വലിയൊരു ക്രാഷിൽ നിന്നും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ രക്ഷിച്ചത് തീർച്ചയായിട്ടും ഇന്ത്യയിലെ ധനകാര്യ സ്ഥാപനങ്ങൾ തന്നെയാണ്. അതല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ മൺഡേ പറഞ്ഞല്ലോ, മൺഡേ FIS വലിയൊരു സെല്ലിംഗ് വന്നു. ആ സമയത്ത് മാർക്കറ്റ് ഒരു അവസരത്തിൽ 4800 ബിലോ ബ്രേക്ക് ചെയ്തു. എന്നാൽ ആ സമയത്താണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടായത്. അത് ഒരു പരിധിവരെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ രക്ഷിച്ചു. അതിനുശേഷം വന്ന പോസിറ്റീവ് ന്യൂസുകൾ മാർക്കറ്റിനെ ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യിച്ചു. അതുപോലെ മുകേഷ് അംബാനിയുടെ ചില അനൗൺസ്മെൻറ്റ്, റിലയൻസ് ഇൻഡസ്ട്രീസിൽ ചില പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഓവറോൾ മാർക്കറ്റ് പോസിറ്റീവ് സോണിലാണ്. FISൻ്റെയും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനും വളരെ ആക്റ്റീവായി. ലാസ്റ്റ് 3 days 2 ഇൻസ്റ്റിറ്റ്യൂഷനും ബൈയിങ് സൈഡിൽ തന്നെയായിരുന്നു. സെക്ടർ വൈസ് ഈ പുൾ ബാക്ക് റാലിയെ എങ്ങനെ കാണാം? പ്രത്യേകിച്ചും താങ്കൾ തന്നെ സൂചിപ്പിച്ചു ബാങ്കിങ് സ്റ്റോക്കുകളിലൊക്കെ വലിയ തോതിലൊരു തിരിച്ചുവരവ് കണ്ടുപോയിരുന്നു. ഇത് പ്രധാനമായിട്ടും ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ്ങിന് ഗവൺമെൻറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് അത് ഈ സെക്ടറിൽ വലിയൊരു പുൾ ബാക്കിന് കാരണമായി. പുതിയ സ്പെൻഡിങ് വരുന്നു, ഗവൺമെൻറ്റിൻ്റെ അനൗൺസ്മെൻറ്റ്, ഇതൊക്കെ വളരെ പോസിറ്റീവായിരുന്നു. ഇതിൽ റിയൽ ഇൻഫ്രയാണ് 17% ബെറ്റർ ആയിരുന്നു. അതുപോലെ ലാർസൻ ആൻഡ് ടൂബ്രോ 15% ബെറ്റർ ആയിരുന്നു. അതുപോലെ IDFC, JP അസോസിയേറ്റ്സ് പോലെ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകളിലാണ് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കണ്ടത്. അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടറാണ്. ഓവറോൾ എല്ലാ സെക്ടറും തന്നെ വളരെ പോസിറ്റീവായിരുന്നു. ഡോക്ടർ റെഡ്ഡീസ്, റാൻബാക്സി പോലെയുള്ള സ്റ്റോക്കുകൾ മാത്രമേ കുറച്ചൊരു ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്തുള്ളൂ. ബാക്കി എല്ലാ സെക്ടറും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മൂവ്മെൻറ്റും ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. കാരണം ഓവറോൾ മാർക്കറ്റ് ഒരു 5% ബെറ്ററായി. ആ ഒരു റാലിയിൽ എല്ലാ സെക്ടറും, ഫാർമ ഒഴിച്ച് എല്ലാ സെക്ടറും വളരെ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. മാർക്കറ്റ് വാച്ചിൽ ഇനി ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് കത്തുകളിലേക്ക് വരാം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. നിരവധി കത്തുകൾ ഈ വാരവും ലഭിച്ചിട്ടുണ്ട്. കത്തുകളിലേക്ക് നമ്മൾ കടക്കുന്നു. ശ്രീ ജിയോ ജോളിയുടെ കത്താണ് ഏറ്റവും ആദ്യം. ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റാണ് ജിയോ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം മാർക്കറ്റ് വാച്ചിൻ്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് ONGC, സിൻഡിക്കേറ്റ് ബാങ്ക്, ടാറ്റ മോട്ടോഴ്സ്, റിലയൻസ് ക്യാപിറ്റൽ, SBI ആൻഡ് L&T ഈ സ്റ്റോക്കുകൾ വാങ്ങി മികച്ച പ്രോഫിറ്റ് അദ്ദേഹത്തിന് ലഭിച്ചു. ഈ സാഹചര്യത്തിൽ പ്രോഫിറ്റ് എടുത്ത് മാറണമോ അതോ ഇത് ഹോൾഡ് ചെയ്യണമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇദ്ദേഹം ഒരു ഷോർട്ട് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ ഒരു പ്രോഫിറ്റ് എടുത്ത് മാറുന്നത് തന്നെയായിരിക്കും നല്ലത്. കാരണം വളരെ അധികം ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്ത് ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ. ഇതിൽ ONGC ഇപ്പോഴത്തെ നിലയിൽ ഒരു സെല്ലിംഗ് അഡ്വൈസബിൾ അല്ല. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു 240 ലെവലിലേക്ക് ഈ സ്റ്റോക്ക് അഗൈൻ കറക്റ്റ് ചെയ്ത് വരികയാണെങ്കിൽ ഒരു ബൈയിങ് അഡ്വൈസബിൾ ആണ്. 240 and 220 ആണ് മേജർ 2 സപ്പോർട്ട് ലെവൽ ONGCയെ സംബന്ധിച്ചിടത്തോളം. 275 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അതുപോലെ സിൻഡിക്കേറ്റ് ബാങ്ക് എനിക്കൊന്ന് ഷാർപ്പായിട്ടുള്ള ഒരു പുൾ ബാക്ക് 85 ലെവലിൽ നിന്ന് 97 ലെവലിലേക്ക് ഷാർപ്പായിട്ടുള്ള ഒരു റിക്കവറി ഈ സ്റ്റോക്കിലുണ്ടായി. ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആണ്. എസ്പെഷ്യലി 105 ലെവൽ 105 ലെവൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ അതിനടുത്ത് എബോവ് 100 തീർച്ചയായിട്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആണ്. 88 and 80 2 മേജർ സപ്പോർട്ട് ലെവലാണ്. 80 ലെവൽ മാർക്കറ്റിൽ വീണ്ടും
മാർക്കറ്റ് ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു ലെവലിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവൽ സിൻഡിക്കേറ്റ് ബാങ്ക് 88 തന്നെയാണ്. ദെൻ ടാറ്റ മോട്ടോഴ്സ് ആണ്. ടാറ്റ മോട്ടോഴ്സ് ഒരു ടെക്നിക്കൽ പുൾ ബാക്ക് ലാസ്റ്റ് വീക്ക് 210 അടുത്ത് വന്നതിന് ശേഷം ലാസ്റ്റ് വീക്ക് എനിക്ക് തോന്നുന്നു ഈ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്താണ്. 210 ലെവൽ വന്നതിന് ശേഷമാണ് ഒരു ഷാർപ്പ് റിക്കവറി. 237 ലെവലിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത്. 210 ആൻഡ് 180 ഇപ്പോഴും ടെക്നിക്കലി ഈ രണ്ട് സപ്പോർട്ട് ലെവൽ തന്നെയാണ് ഹോൾഡ് ചെയ്യുന്നത്. 255 സ്റ്റോക്കിലെ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആയിരിക്കും. ലോവർ ലെവൽ 210 ലെവൽ 215 ലെവൽ 230 ബിലോ ഒരു സേഫ് ആയിട്ടുള്ള എൻട്രി ലെവലാണെന്ന് ലാസ്റ്റ് വീക്ക് മാർക്കറ്റ് വാച്ച് പറഞ്ഞിരുന്നു. 255 ലെവൽ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരു സെല്ലിംഗ് അഡ്വൈസബിൾ ആയിരിക്കും. സെല്ലിംഗ് മീൻസ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആയിരിക്കും. അതിൽ റിലയൻസ് ക്യാപിറ്റലാണ് അടുത്തത്. 310 to 90 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഫണ്ടമെന്റലി സൗണ്ട് ആണ്. കുറച്ച് നാളുകളായി സ്റ്റോക്കിൽ മൂവ്മെന്റ് വളരെയധികം കുറവാണ്. അനിൽ ഗ്രൂപ്പാണ്. 355 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഇതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് തന്നെ ഇദ്ദേഹത്തിന് പരിഗണിക്കുന്നതായിരിക്കും നല്ലത്. ദെൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. റിസൾട്ടിന് ശേഷം വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി ഈ സ്റ്റോക്കിലുണ്ടായി. ഫ്രൈഡേ ഒരവസരത്തിൽ 1% അടുത്ത് ഡൗൺ ആയിരുന്നു. എന്നാൽ ക്ലോസിംഗ് സെഷനോടുകൂടി ഈ സ്റ്റോക്കിൽ വളരെ ആക്റ്റീവ് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കണ്ടു. വളരെ പോസിറ്റീവായിട്ട് ക്ലോസിംഗ് ലഭിച്ചു. ഇപ്പോഴത്തെ നിലയിൽ ഈ സ്റ്റോക്ക് 2067 ആണ് ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ. ദെൻ 1950. ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഈ ഒരു ലെവൽ തീർച്ചയായിട്ടും ഒരു ബൈ അഡ്വൈസബിൾ ആണ്. 2210 ആണ് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായി പരിഗണിക്കാം. അതിൽ ഇദ്ദേഹം ഒരു ലോവർ ലെവൽ എൻട്രി നടത്തിയ ആളായതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആണ്. ദെൻ ലാർസൺ ആൻഡ് ടൂബ്രോ ആണ്. ഈ ഒരു ആഴ്ച വളരെ ഷാർപ്പായിട്ടുള്ള ഒരു പുൾ ബാക്ക് ഓൾമോസ്റ്റ് 15% അടുത്താണ് പുൾ ബാക്ക് ലഭിച്ചത്. 1200 ആണ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവൽ. 1200 ബ്രേക്ക് ചെയ്യുകയും വീണ്ടും മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് സോണിലേക്ക് ഓവറോൾ മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ 1000 ലെവലിലേക്ക് വരാനുള്ളൊരു സാധ്യത ഉണ്ട്. അത് വളരെ ഒരു ആക്റ്റീവ് ബൈയിങ്ങിനുള്ളൊരു അവസരമാണ്. 1005 വരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ റിസൾട്ടിന് ശേഷം ഈ സ്റ്റോക്കിൽ ഒരു പോസിറ്റീവ് മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്തു. ടെക്നിക്കലി 1200 ബ്രേക്ക് ചെയ്ത് ഓവറോൾ മാർക്കറ്റ് നിഫ്റ്റി സെൻസെക്സ് ലോവർ ലെവലിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ വീണ്ടും ലാർസൺ ആൻഡ് ടൂബ്രോ 1000 ലെവലിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ നിലയിൽ ഒരു പോസിറ്റീവ് സോണിലാണ്. വളരെ ശക്തമായിട്ടുള്ള ഒരു ഓർഡർ ബുക്ക് ഇവർക്ക് ഓർഡർ ബുക്കാണ്. അതുപോലെ റീസെൻ്റായിട്ട് വളരെ നല്ലൊരു ഓർഡർ ലഭിച്ചു. അതുകൊണ്ടാണ് പോസിറ്റീവ് സോണിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്തത്. 1350 എനിക്ക് തോന്നുന്നു ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആയിരിക്കും. ജിയോട് പറയുന്നത് എല്ലാം സ്റ്റോക്കുകൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രോഫിറ്റ് എടുക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായതാണ്. ഇത് രണ്ട് രീതിയല്ല. ഈ ഒരു ഇൻവെസ്റ്റർ എങ്ങനെയാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും. എനിക്ക് തോന്നുന്നു വളരെ പ്രോഫിറ്റ് ലഭിച്ചുകൊണ്ടും ഷാർപ്പായിട്ടുള്ള പുൾ ബാക്ക് ലഭിച്ചുകൊണ്ട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആയിരിക്കും. മാർക്കറ്റ് ഇപ്പോൾ 5100 എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണ്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി അപ്സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ മാർക്കറ്റ് അത്രത്തോളം ഒരു പോസിറ്റീവ് സോണിലല്ല മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇദ്ദേഹം വളരെ നല്ല പ്രോഫിറ്റിലാണ്. അതുകൊണ്ട് ഒരു 50% പ്രോഫിറ്റ് എടുക്കുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. ഒരു ഷോർട്ട് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഹോൾഡ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാം. അടുത്ത കത്ത് ശ്രീ വൈശാഖ് അരവിന്ദാക്ഷൻ. അദ്ദേഹം ഒരു ടെക്നിക്കൽ കാര്യമാണ് പ്രധാനമായും ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു പുൾ ബാക്ക് റാലി ഉണ്ടായതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പ്രധാനമായും ചോദിക്കുന്നത് ഇനി വീണ്ടും ഉയരത്തിലേക്ക് മാർക്കറ്റ് പോകാനുള്ള സാധ്യതയുണ്ടോ? ഒപ്പം തന്നെ ഒരു കറക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് എവിടെ ഉണ്ടാകും? മാർക്കറ്റ് ഒരു പുൾ ബാക്ക് ലഭിച്ചു. ടെക്നിക്കലി 5050 നമ്മൾക്കറിയാം. 5050 ഫ്രൈഡേ വന്നതിന് ശേഷം വീണ്ടും കറക്ഷൻ സംഭവിച്ച് 5000 ബിലോ ഒരു അവസരത്തിൽ പോയി. അത് യൂറോപ്പിൽ നിന്ന് വന്ന ചില ന്യൂസുകൾ തന്നെയായിരുന്നു, നെഗറ്റീവ് ന്യൂസുകളായിരുന്നു. അതിൻ്റെ ക്ലാരിറ്റി വന്നതോടുകൂടി മാർക്കറ്റിൽ ശക്തമായ തിരിച്ചുവരവുണ്ടായി. 5050 5100 എന്ന് പറയുന്ന ഒരു ടെക്നിക്കലി ഒരു സെല്ലിംഗ് പോയിന്റ് ആണ്. അല്ലെങ്കിൽ ഒരു ഓവർ സപ്ലൈ സോണായിട്ട് വേണമെങ്കിൽ അതിനെ പരിഗണിക്കാം. ഇനിയത്തെ ലെവൽ നമ്മൾ വ്യക്തമായി പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 5100 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്യും. 1130 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്താൽ 5080 സ്റ്റോപ്പ് ലോസോട് കൂടി ഒരു ഫ്രഷ് ബൈ അഡ്വൈസബിൾ ആണ്. അത് 5200 260 5300 എന്ന് പറയുന്ന 3 മേജർ റെസിസ്റ്റൻസ് ഏരിയ ആണ്. അത് മാർക്കറ്റ് 5130 ബ്രേക്ക് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്ത് അപ്പർ മൂവ് നടക്കുകയും ഗ്ലോബലി ഒരു പോസിറ്റീവ് ന്യൂസുകൾ വരികയും അതുപോലെ നെക്സ്റ്റ് വീക്കിലി ഇൻഫ്ലേഷൻ വരുന്നു, അതുപോലെ IIP വരുന്നു. ഇതൊക്കെ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. ഇതൊക്കെ ഫേവറബിൾ ആണെങ്കിൽ മാർക്കറ്റ് 5130 ബ്രേക്ക് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഫ്രഷ് ബൈ ഇനിഷ്യേറ്റ് ചെയ്യാം. അത് 5200 5260 ദെൻ ഫൈനലി 5300 എന്ന് പറയുന്ന ഒരു ലെവൽ വരെ പോകാം. പക്ഷേ 5100 മുകളിൽ എല്ലാം തന്നെ ഇപ്പോഴത്തെ ഇക്കണോമിക് സിറ്റുവേഷൻ അനലൈസ് ചെയ്യുമ്പോൾ കുറച്ച് റിസ്കി ഏരിയ തന്നെയാണ്. അതൊരു കോഷ്യസ് അപ്രോച്ച് ആയിരിക്കും 5100 മുകളിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ലത്. അടുത്ത കത്തിലേക്ക് കിടക്കുന്നു ശ്രീ അജീഷ് തോമസിൻ്റെ കത്താണ്. അദ്ദേഹത്തിന് അറിയേണ്ടത് എജികോം സൊല്യൂഷൻസ്, സ്പൈസ് ജെറ്റ്, ഹിൻഡാൽകോ ആൻഡ്
അദാനി പവർ. ഇതിൽ എജുകോംബ് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു കറക്ഷൻ ഈ സ്റ്റോക്കിലുണ്ടായി. എനിക്ക് തോന്നുന്നു ഡൗൺ സൈഡ് റിസ്ക് സ്റ്റോക്കിൽ വളരെ കുറവാണ്. 128 ആൻഡ് 115 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 150 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. വളരെയധികം ഹയർ ലെവൽ നിന്നിരുന്ന സ്റ്റോക്കാണ്. ചില നെഗറ്റീവ് ന്യൂസുകൾ ഈ സ്റ്റോക്ക് വളരെ ലോവർ ലെവലിലേക്ക് മൂവ് ചെയ്തു. അതുപോലെ FISന്റെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്ന സ്റ്റോക്കായിരുന്നു. എന്നാൽ റീസെൻ്റ് ആയിട്ട് FIS അത്രത്തോളം ആക്റ്റീവ് അല്ല ഈ സ്റ്റോക്കിൽ. അതാണ് FISന്റെ ഒരു സെല്ലിംഗ് ആണ് ഈ സ്റ്റോക്കിന് ഇത്രത്തോളം ലോവർ ലെവലിലേക്ക് പോയത്. മാനേജ്മെൻറ്റ് ലെവലിലുള്ള ചില ഇഷ്യൂസ് ആയിരുന്നു. വാല്യുവേഷൻ വൈസ് ഇപ്പോൾ ഈ സ്റ്റോക്ക് കുറച്ചൊരു ലോവർ ലെവലിലാണ്. അടുത്തൊരു ബൈയിങ് അദ്ദേഹത്തിന് നടത്താവുന്നത് 128 ആൻഡ് 115 ലെവൽ വരുമ്പോഴാണ്. ദെൻ സ്പൈസ് ജെറ്റ് ആണ് 27 ആൻഡ് 24 ലെവലിൽ. ഈ ഇൻഡസ്ട്രി കുറച്ച് ക്രൈസിസിലാണ്. ഈ 27-24 ലെവൽ വരികയാണെങ്കിൽ ചിലപ്പോൾ ഒരു പുൾ ബാക്ക് ലഭിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അടുത്തൊരു എൻട്രി ലെവൽ എന്ന് പറയുന്നത് 27 വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. ആ ലെവൽ ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 24 ലെവലിനടുത്തേക്ക് വരാം. 24-50 എന്ന് പറയുന്നത് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരു സേഫർ എൻട്രി ലെവലാണ്. അത് മാർക്കറ്റിൽ ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ ആ ഒരു ലെവൽ വരാനുള്ള സാധ്യതയുള്ളൂ. 36 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഇതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവൽ തന്നെയാണ്. ദെൻ ഹിൻഡാൽകോ ആണ് ഫണ്ടമെന്റലി സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. 112 ആണ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവൽ. ദെൻ 105 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 130 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. എനിക്ക് തോന്നുന്നു 105 ലെവൽ തീർച്ചയായിട്ടും ഒരു സേഫർ ലോങ് ടൈം ബെറ്റ് തന്നെയാണ് ഹിൻഡാൽകോ. ദെൻ അദാനി പവർ ആണ് 40 ആൻഡ് 35. ഈ സ്റ്റോക്കിലും ഡൗൺ സൈഡ് റിസ്ക് വളരെയധികം കുറവാണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് നിക്ഷേപത്തിന് പരിഗണിക്കാം. 40 ആൻഡ് 35 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 52 ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. മാർക്കറ്റ് വാച്ചിൽ ഒരു ചെറിയ ഇടവേള കൂടി. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. കത്തുകൾ തുടരുന്നു. ശ്രീ മുഹമ്മദ് റിദ്വാന്റെ കത്താണ് അടുത്തത്. കാസർഗോഡ് നിന്നാണ് അദ്ദേഹത്തിന്റെ കത്ത് വന്നിരിക്കുന്നത്. BHEL, GSPL, ടാറ്റ പവർ, NCC, REL അഗ്രോ, പണ്ട്ലൂൺ, HDIL, റേണുക ഷുഗർ, ബിർല പവർ, അക്രോപെറ്റൽ ടെക്, പോളിപ്ലക്സ് കോർപ്പറേഷൻ എന്നീ സ്റ്റോക്കുകളെ കുറിച്ചാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. അദ്ദേഹം ഒരു 3-4 വർഷത്തേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ BHEL വളരെയധികം കറക്ഷൻ നേരിട്ട ഒരു സ്റ്റോക്കാണ്. ഇപ്പോഴത്തെ നിലയിൽ ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. ഈ റീസെൻ്റായിട്ട് കുറച്ചൊരു ഹയർ സൈഡിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്തു. 209, 190 ഈ രണ്ട് സപ്പോർട്ട് ലെവലാണ്. 200 ബിലോ തീർച്ചയായിട്ടും സേഫർ എൻട്രി ലെവലാണ് BHEL. 232 ആണ് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിൽ വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ GSPL ആണ് 59 ആൻഡ് 51 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 73 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. 73 ലെവൽ തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആയിരിക്കും. അതല്ലെങ്കിൽ അദ്ദേഹം ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന അദ്ദേഹം ഈ ലെവൽ ഈ സ്റ്റോക്ക് എക്സിറ്റ് ചെയ്ത് വീണ്ടും ഒരു റീ എൻട്രി സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. ദെൻ NCC ആണ് ഫണ്ടമെന്റലി അത്രത്തോളം സൗണ്ട് അല്ല. 30 ആൻഡ് 28 ആണ് സ്റ്റോക്ക് ഒരു മേജർ രണ്ട് സപ്പോർട്ട് ലെവൽ. 36 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ REI അഗ്രോ ആണ് ഫണ്ടമെന്റലി അത്രത്തോളം സൗണ്ട് അല്ല. ഈ സ്റ്റോക്ക് 7 രൂപ അതുപോലെ തന്നെ 6 റുപ്പീസ് ഈ രണ്ട് സപ്പോർട്ട് ലെവലാണ്. 9 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഒരു ഡൗൺ സൈഡ് റിസ്ക് സ്റ്റോക്കിൽ കുറവാണ്. ഫണ്ടമെന്റലി അത്രത്തോളം സൗണ്ട് ഇല്ല. ഇത് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ലത്. ദെൻ പാൻലൂൺ റീറ്റെയിൽ ആണ് ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. 155 ആൻഡ് 144 ലെവൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് വളരെ സേഫ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. 175 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ HDIL ആണ് 64 ആൻഡ് 57 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 80 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ഇപ്പോഴത്തെ ഈ റെസിസ്റ്റൻസ് പോയിന്റ് ഒക്കെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് കാണുന്നതായിരിക്കും നല്ലത് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ. കാരണം വീണ്ടും മാർക്കറ്റിൽ ഒരു കറക്ഷനുള്ള സാധ്യതയുണ്ട്. ഈ അപ്പ് മൂവ് കുറച്ചുകൂടെ ഒരു ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്താൽ വീണ്ടും കറക്ഷനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ രേണുക ഷുഗർ 22 ആൻഡ് 19 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 34 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ബിർല പവർ അതിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റോക്കാണ്. ഇവർ പ്രധാനമായിട്ടും പോർട്ടബിൾ ജെൻസെറ്റൊക്കെ മാനുഫാക്ചറിങ്ങിലാണ് ഫോക്കസ്. 40 പൈസയാണ് സ്റ്റോക്കിൻ്റെ. ഇത് അവോയ്ഡ് ചെയ്യുന്നത് തന്നെയായിരിക്കും ഈ സ്റ്റോക്ക് നല്ലത്. ദെൻ അക്രോടെൽ ടെക് ആണ് 10 റുപ്പീസ് ആൻഡ് 7 ഫണ്ടമെന്റലി സൗണ്ട് അല്ല. 17 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ പോളിപ്ലക്സ് കോർപ്പറേഷൻ ആണ് ഫണ്ടമെന്റലി സൗണ്ട് ആണ്. 141 ആൻഡ് 133 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 163 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ആപ്ടെക് 65 ആൻഡ് 59 ടെക്നിക്കലി രണ്ട് സപ്പോർട്ട് ലെവലാണ്. 80 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ റിലയൻസ് കമ്മ്യൂണിക്കേഷൻ ആണ് 59 ആൻഡ് 54. എനിക്ക് തോന്നുന്നു ഡൗൺ സൈഡ് റിസ്ക് റിലയൻസ് കമ്മ്യൂണിക്കേഷനിൽ വളരെയധികം കുറവാണ്. അതുകൊണ്ട് അടുത്തൊരു കറക്ഷൻ 59-64 ലെവൽ വരുമ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ അതല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം ഗെയിനിന് വേണ്ടി ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. 71 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. മാർക്കറ്റ് ഒരു
പോസിറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ 71 ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റ് ഇലക്കം അവസാനിക്കുകയാണ്. അതിനു മുമ്പ് ഈ പുൾ ബാക്ക് റാലി നടന്ന സാഹചര്യത്തിൽ ഒരു പ്രധാനമായിട്ട് എല്ലാവർക്കും അറിയേണ്ടത് ഇതെവിടം വരെ പോകും എന്നുള്ളതാണ്. ടെക്നിക്കലി നമുക്കെങ്ങനെ ഈ അടുത്ത ആഴ്ചത്തെ കുറിച്ച് എന്ന് പറയാം? നെക്സ്റ്റ് വീക്ക് ടെക്നിക്കലി 5100 തന്നെയാണ് ഒരു മേജർ റെസിസ്റ്റൻസ്. 5050 to 5100 എന്ന് പറയുന്ന ഒരു ഓവർ സെല്ലിംഗ് ലെവൽ, അതല്ലെങ്കിൽ ഓവർ സപ്ലൈ സോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 5130 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്യുകയും ഗ്ലോബൽ ഇക്കണോമിക് സിറ്റുവേഷനിൽ മാറ്റം വരിക, നമ്മൾ വരുന്ന എക്കണോമിക് ഡാറ്റകൾ പോസിറ്റീവ് ആകുക, അതുപോലെ തന്നെ FIs വീണ്ടും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ആക്റ്റീവ് ആകുകയാണെങ്കിൽ ഈ ഒരു റാലി ചിലപ്പോൾ 5300 അടുത്തേക്ക് വരെ പോകാം. പക്ഷേ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഈ ഇക്കണോമിക് ന്യൂസുകളൊക്കെ തന്നെ വളരെ നന്നായി പഠിക്കണം. 5000 ഇപ്പോഴത്തെ ഇക്കണോമിക് സിറ്റുവേഷൻ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ 5100 മുകളിൽ തന്നെ മാർക്കറ്റിൽ ഒരു റിസ്കി ഏരിയ തന്നെയാണ്. അതുകൊണ്ട് ഒരു കോഷ്യസ് അപ്രോച്ച് തന്നെ ആയിരിക്കും നല്ലത്. അതല്ല എങ്കിൽ മാർക്കറ്റിൽ ചെറിയ കറക്ഷൻസ് വരുമ്പോൾ എൻട്രി ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. മാർക്കറ്റ് വാച്ചിന് ഇലക്കം അവസാനിക്കുന്നു. വിപണി സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ തുടർന്നും എഴുതി അറിയിക്കുക. investment@asiannews.in എന്ന ഇമെയിൽ വിലാസത്തിലാണ് അയക്കേണ്ടത്. അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസ് NH ബൈപ്പാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി 25 എന്ന വിലാസത്തിൽ അയക്കുക. ഹെഡ്ജ് എക്വിറ്റീസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ N. ഭുവനേന്ദ്രനാണ് പതിവുപോലെ മാർക്കറ്റ് വാച്ചിൽ പങ്കെടുക്കുന്നത്. മാർക്കറ്റ് വാച്ചിന് അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.